ഇടുക്കി കുമളിയിൽ 11 കൊല്ലങ്ങൾക്ക് മുമ്പ് 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ കോടതി വിധി ഇന്ന് വരും. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അലീഷ എന്നിവരാണ് കേസിലെ 1-2 പ്രതികൾ. ഷെഫീഖിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായ ആളുകൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആയയായ രാഗിണി 24നോട് പറഞ്ഞു. പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിന്റെ പാടുകൾ ഇപ്പോഴും ഷെഫീഖിന്റെ ശരീരത്തിലുണ്ടെന്ന് വേദനയോടെ രാഗിണി. അവന് നീതി കിട്ടണം. ബഹുമാനപ്പെട്ട നമ്മുടെ കോടതിയും നമ്മുടെ നിയമവും എന്നെക്കാട്ടിലും അവനോട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നല്ല നീതി തന്നെ കിട്ടും. അവൻ്റെ ദേഹത്തിൽ തലയിൽ 51 മുറിവ്. അത് എന്തോ മുഖത്തൊക്കെ എന്താ ആഴത്തിലെ മുറിവാ. ഇപ്പോഴും ചുണ്ടിൽ തുന്നിക്കെട്ടി വെച്ചേക്കുക. ഞാൻ തുണി കൊണ്ടാണ് പല്ല് ഇപ്പോൾ തേച്ചെടുക്കുന്നത്. കൂടെയും സഹോദരൻ്റെ മക്കളുടെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വർഷങ്ങളായില്ലേ. അത് പറയാൻ പറ്റില്ല. അതൊരു വേദന തന്നെയാണ്. ഏറ്റവും അധികം വേദനിക്കുന്നത് എൻ്റെ അപ്പായും അമ്മേനെയാണ് ഓർത്ത. അവർക്ക് പ്രായമായി ഇതുപോലെ വാവച്ചിയെ നോക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തിൽ ഞാൻ ആ ഒരു കടമ ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തികപരമായിട്ട് മാത്രം സഹായിക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ നഷ്ടങ്ങൾ ഭൂമിയിൽ വന്നാലും ഞാൻ എൻ്റെ വാവച്ചിക്ക് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളൂ. ഇതിൽ ഞാനും വാവച്ചി ജയിക്കണം. വല്ലാത്ത വിഷമം. രാഗിണി അവരുടെ ജീവിതം തന്നെ ഈ പയ്യൻസിന് വേണ്ടിയാണ് ഇപ്പോൾ ചിലവാക്കുന്നത്.